അപ്പൊ നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞുമക്കളുടെ ഗംഭീര തായമ്പക. ഇനി ബാക്കി ഭാഗം കൂടി നിങ്ങൾ കാണാൻ കിടക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെയായിരുന്നു എൻ്റെ നാടിൻ്റെ ജനകീയ ഉത്സവം കേട്ടോ. അതായത് മലപ്പുറം ജില്ലയിലെ AR നഗർ പഞ്ചായത്തിലെ ചെണ്ടപ്പുറായ ഭഗവതി ക്ഷേത്രത്തിലെ കൊല്ലം തോറും നടത്തി വരാറുള്ള താലപ്പൊലി മഹോത്സവം. ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് അയ്യപ്പൻ വിളക്കടക്കം ഉണ്ടായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള തായമ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കുടുംബക്ഷേത്രമാണ്. പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഒറ്റയ്ക്ക് ഇത് നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളായതുകൊണ്ട് തന്നെ ജനകീയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അങ്ങനെ നാടിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് ഇത് നടത്തുന്നത്. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇവിടെ തറവാട് ക്ഷേത്രമാണ്. ഇവിടെ അച്ഛനുള്ള കാലത്ത്, കുണ്ടാരു കോമരമുള്ള കാലത്ത് അദ്ദേഹമായിരുന്നു ഇവിടുത്തെ മെയിൻ കോമരം. അദ്ദേഹം വിട പറഞ്ഞ ശേഷം ഇപ്പോൾ ഉണ്ണിയേട്ടനാണ് ഈ ഒരു ക്ഷേത്രം ഇങ്ങനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളെല്ലാം കൂടി ചേർന്നിട്ടാണ്. എന്തായാലും ഇവിടുത്തെ ഉത്സവ കാഴ്ചകളാണ് ഈ വർഷത്തെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള കുഞ്ഞുമക്കളുടെ തായമ്പകയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷം. ഒരുപാട് പ്രിയപ്പെട്ടവർ എല്ലാ വർഷത്തെ പോലെ തന്നെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2000-ഓളം ആളുകൾക്കുള്ള അന്നദാനമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ വർഷത്തെ പോലെ തന്നെ ഇന്നലെ ഗംഭീരമായി തന്നെ ഉത്സവം കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കെന്ത് ചെയ്യാ വെച്ചാൽ തായമ്പകയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് പോകാം. കുഞ്ഞുമക്കളുടെ അപ്പൊ കുഞ്ഞുമക്കളെ തായമ്പക വേറെ ലെവലായിരുന്നു കേട്ടോ. ഭയങ്കര രസം. നല്ല തായമ്പക കഴിഞ്ഞപ്പോൾ നല്ല കയ്യടിയൊക്കെ കിട്ടി. അങ്ങനെ എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങിക്കൊണ്ടും ഒരുപാട് പേര് ഇതാ നോട്ടുമാലൊക്കെ നൽകി സന്തോഷിപ്പിച്ചൊക്കെ ആയിട്ട് ഗംഭീരമായി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇതാരാണ് മക്കളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാദ്യകുലപതി, അതായത് പ്രശസ്ത ചെണ്ടവാദ്യ കലാകാരൻ ശ്രീ വെളിമുക്ക് ശ്രീധരനാശാൻ്റെ പൗത്രിയും പൗത്രനാണ്. അതായത് മക്കളുടെ മക്കളാണ് കേട്ടോ. അതായത് മോളുടെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഗ ശ്രീകാന്താണ്. അതുപോലെ തന്നെ ഈ മോൻ്റെ പേര് ദേവത് ശ്രീകാന്ത് കേട്ടോ. അതായത് വൈഗ ശ്രീകേശാണ് കേട്ടോ. വൈഗ ശ്രീകേഷും ദേവത ശ്രീകാന്തുമാണ് മക്കളുടെ പേര്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുള്ള തായമ്പകയാണ് നമ്മൾ കണ്ടത്. ഈ കുഞ്ഞു മക്കൾ അഭ്യസിക്കുന്നുള്ളൂ കേട്ടോ, പഠിച്ചു വരുന്നുള്ളൂ എന്നുള്ളതും കൂടി അറിയിക്കുകയാണ്. എന്തായാലും എല്ലാവരും അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക.
അപ്പോൾ നമ്മുടെ നാടിൻ്റെ ജനകീയ ഉത്സവം, അതായത് മലപ്പുറം ജില്ലയിലെ AR നഗർ ചെണ്ടപ്പുറായ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഇന്നലെ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു എന്നുള്ളതാണ്. അടുത്ത വർഷവും ഇതുപോലെ ഭംഗിയായി നടത്തുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഒപ്പം നിങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ ഈ വർഷത്തെ പോലെ തന്നെ നൽകണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരോടും സ്നേഹം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഷെയർ ചെയ്യട്ടോ. പിന്നെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലമാണ്, അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ കേട്ടോ. എല്ലാവരുടെയും പ്രോത്സാഹനം സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു നമുക്കും നമ്മുടെ പേജിനൊക്കെ കേട്ടോ. എല്ലാവരോടും സ്നേഹം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.